പറഞ്ഞോട്ടെ ഞാൻ ഒരു കാര്യം പറഞ്ഞോളട്ടെ. ഇവിടുത്തെ എന്തുകൊണ്ട് വിദ്യാർത്ഥി കേരളത്തിലെ ചെറുപ്പക്കാർ പുറത്തു വന്നു പറഞ്ഞില്ല. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് കാലാകാലങ്ങളിൽ ഈ സംസ്ഥാനം വികസിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് തൊഴിലവസരമാണോ ഉള്ളത്? IT മേഖല വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്തില്ലേ? ടെക്നോ പാർക്കിനെതിരെ സമരം ചെയ്തില്ലേ? കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നത് UDF കാലഘട്ടത്തിൽ കെ കരുണാകരൻ അന്ന് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അന്ന് കഴക്കൂട്ടം ഭാഗത്ത് ഭൂമി അക്വയർ ചെയ്യുമ്പോൾ അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ എതിരായിരുന്നു ഈ പദ്ധതിക്ക്. നിഷേധിക്കാൻ കഴിയോ? അന്ന് അവർ കൊടി പിടിച്ച ഒരു കാര്യം അതൊക്കെ പറയാം. അവർക്ക് ആ അവസരത്തിൽ ഭരിക്കാൻ കിട്ടി. അതുകൊണ്ട് വന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ റോഡ് വികസനം പറയുന്നുണ്ടല്ലോ. റോഡ് വികസനം പറയുന്നത് നാഷണൽ ഹൈവേ ആണ്. LDF ഭരിക്കുന്നത് കൊണ്ട് അവർക്ക് പറ്റി. നമ്മൾ കൂടെ ആവുള്ളൂ എന്ന് പറയുന്നു. അല്ലാതെ കൊണ്ടുവന്നത് ആണുങ്ങളാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോളട്ടെ. ഇവിടെ നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് അടി കിട്ടി. യൂത്ത് കോൺഗ്രസ് ഞാൻ ഇപ്പൊ പ്രായം കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് അല്ല, ഇപ്പൊ മുതിർന്നു. 40 വയസ്സായി. എങ്കിലും പറയും പ്രതിനിധിയായിട്ടല്ല വന്നത്. കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടല്ല വന്നത്. UDFന്റെ പ്രതിനിധിയായിട്ട് വന്ന അദ്ദേഹമാണ്. എന്റെ ചോദ്യം ഇതാണ്. അപ്പൊ ഇന്നിപ്പോ അടിയൊക്കെ വാങ്ങിച്ചു കിട്ടി. നാളെ തുടരും. നിങ്ങളിങ്ങനെ അടിയും തിരിച്ചടിയായിട്ടൊക്കെ പോയാൽ കേരളം നന്നാവും. അല്ല, അത് ഈ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ ഇത്തരം സംഭവങ്ങൾ ഒരു പുതിയ സംഭവം അല്ലല്ലോ. ഇത് ഏറ്റവും കൂടുതൽ സമരം നടത്തിയിട്ടുള്ള സഖാക്കളല്ലേ അവരുടെ ചോദ്യം. ഏറ്റവും കൂടുതൽ നമ്മൾ സമരം ചെയ്തിട്ടുള്ള ന്യായമായ ആവശ്യങ്ങൾക്കാണ്. അന്യായമായ സമരം നടത്തിയിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ്. അതൊന്നും അല്ല. 2.5 വർഷത്തിനകത്ത് ഒരുപാട് സമരം ചെയ്തു. കേരളത്തിലെ ന്യായം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. നിങ്ങൾ ചില ചാനലുകൾ ബോധപൂർവ്വം ഈ കേരളത്തിൽ സമരങ്ങൾ നടത്തിയത് കൊണ്ടാണ് കേരളമായത്. നവോത്ഥാന കാലഘട്ടം മുതൽ നടത്തിയ സമരമാണ്. അന്ന് മുതൽ നടത്തിയ സമരമാണ് ഇന്ന് കേരളത്തെ സൃഷ്ടിച്ചത്. ശരി.